മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച്. യൂത്ത് ലീഗ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി. അരുൺ, ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തത് എന്തിനാണ്? അതിനെതിരെ യൂത്ത് ലീഗ് സമരം ചെയ്യുന്നത് എന്തിനാണ്? അഭിലാഷ്, മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രതിഷേധം ഇന്നും തുടർക്കഥയാകുകയാണ്. മന്ത്രിയോട് ശമ്പളം ചോദിച്ച താൽക്കാലിക ജീവനക്കാരെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. അത് ഇന്നലെ യൂത്ത് കോൺഗ്രസും മാർച്ചുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരുന്നു. ഇന്ന് യൂത്ത് ലീഗാണ് ആ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രിൻസിപ്പാളിനെ ഉപരോധിക്കും എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രതിഷേധ പ്രകടനം യൂത്ത് ലീഗ് നടത്തിയത്. അത് കവാടത്തിൽ വെച്ച് തന്നെ പോലീസ് തടയുകയാണ്. ഇപ്പോൾ കവാടത്തിന് മുന്നിൽ ഇരുന്ന് ഉപരോധിച്ച് ധർണ നടത്തുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ. അത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിന് തന്നെ സാക്ഷിയാവുകയാണ്. കാരണം 2 മാസമായി ഈ താൽക്കാലിക ജീവനക്കാർക്ക് വേതനം മുടങ്ങിയിട്ട് അത് ആരോഗ്യമന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവർ അവതരിപ്പിച്ചതായിരുന്നു. അതിനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തത്. സംഘർഷ സാധ്യതയുണ്ടാക്കി എന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തായിരുന്നു കേസ്. ഏറെ ഒരു ദയനീയ അവസ്ഥയിലേക്ക്, ഒരു ഇരട്ട പ്രഹരം എന്നോണമാണ് ജീവനക്കാരെ ഇത് ബാധിച്ചിരിക്കുന്നത്. 2 മാസമായി ശമ്പളവുമില്ല, ഒപ്പം കേസും വന്നു എന്ന അവസ്ഥയിലായി. പിന്നാലെയാണ് ഇത് പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ ഏറ്റെടുത്തത്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. നിലവിൽ യൂത്ത് ലീഗിന്റെ ഉപരോധം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അഭിലാഷ്.